ഓക്കെ, നോക്കിക്കോളൂ. അപ്പം ഒരു ഒരു ഇതെടുത്തിട്ട് എഴുതിക്കോ. ഓക്കെ, എല്ലാവരുടെയും മൈക്ക് ഓപ്പൺ ആക്കി വെക്കണം. ഞാൻ ചോദിക്കുന്നവർ ഉത്തരം പറയണം. ഞാനിത് നിങ്ങളെയും കൊണ്ടുകൂടെ ഇത് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ, എല്ലാവരും മൈക്ക് ഓൺ ആക്കി വെക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? -5 × x - 9 greater than or equal to 17 - 9x greater than x plus 2 where x belongs to r. ഇതല്ലായിരുന്നോ ക്വസ്റ്റ്യൻ? ഓക്കെ, നിരഞ്ജൻ ഒന്ന് മൈക്ക് ഓൺ ആക്കിക്കേ. നിരഞ്ജൻ ഓക്കെ, ഇത് എങ്ങനെ എഴുതേണ്ടതെന്ന് പറഞ്ഞേ, ആദ്യം ഒന്ന് പറഞ്ഞേ. നിരഞ്ജൻ പറയുന്ന പോലെ ഞാൻ എഴുതും. -5 into x minus 9 greater than or equal to 17 minus 9x. 17 minus 9x ആണോ നിരഞ്ജൻ? ഓക്കെ, അടുത്ത സ്റ്റെപ്പ് -5x plus 45 greater than or equal to 17 minus 9x. -5x plus 9x. വെരി ഗുഡ്. plus 45 പ്ലസ് 45 അല്ല, 45 അങ്ങ് അപ്പുറത്തും ഉണ്ടായ പോരെ? ഇനി എന്തിനാ 45 എന്തിനാ അവിടെ ഇടുന്നേ? 45 അപ്പുറത്തും ഉണ്ടായ പോരെ? 17 17 minus 45. ഇനി അടുത്തത് 4x plus 4x പ്ലസ്സോ? എന്തിനാ പ്ലസ് എവിടെ? 4x എങ്ങനെയാ വന്നേ? 4x എങ്ങനെയാ വന്നത്? 9 minus 5. ഓക്കെ, ഇനി പിന്നെ എന്തിനാ പ്ലസ് ഇടുന്നത്? മനസ്സിലായില്ല. അടുത്തെന്താ? 4x കഴിഞ്ഞിട്ട് എന്താ എഴുതണ്ടേ? -45 സൈൻ പറയടേ. എടേ, ഇനീക്വാലിറ്റിയുടെ സൈൻ പറയാൻ 4x കഴിഞ്ഞിട്ട് നേരെ മൈനസ് അങ്ങനെയാണോ എഴുതണ്ടേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -45 -45 കാണുന്നില്ലേ? ഈ എഴുതിയിരിക്കുന്ന കാണുന്നില്ലേ? നിരഞ്ജൻ, ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നേ? നിരഞ്ജൻ, 17 minus 45. 17 minus 45 എത്രയാ? 26. 26 26
പറഞ്ഞോ പെട്ടെന്നാട്ടെ. സാർ -26. -26ഓ? തെറ്റല്ലേ? 28 അല്ലേ? ഇനി അവിടുന്ന് അടുത്ത പറഞ്ഞോ. എക്സ് 28/4. ഇവിടെ ഇനീക്വാലിറ്റി ഉൾപ്പെടെ പറയടേ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ലെസ് ദാനോ? അതെങ്ങനെ ലെസ് ദാൻ വരുന്നത്? ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 28/4. വെട്ടുമ്പോൾ എത്ര കിട്ടും? -7. അപ്പം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -7 കിട്ടി. സൂര്യനാരായണൻ എന്തോ അല്ല ദേവനാരായണൻ എന്തോ ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ? +7 +7 എന്നാണോ എഴുതിയേ? അല്ലല്ലോ, വേറെ എന്തോ തെറ്റാണല്ലോ ചെയ്ത് വെച്ചിരിക്കുന്നത്. +7 എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, തെറ്റല്ലേ അത്? ആണോ? ഓക്കെ, ഇനിയും റൈറ്റ് സൈഡിലെ ദേവനാരായണൻ ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. -17 - 9x greater than x plus 2. അതെങ്ങനെ ചെയ്യും? 17 - 2 greater than x plus 9. Greater than x plus 9x. 15 greater than 10. 15/10 greater than x. 1.5 greater than x. ഇത് എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ അല്ലേ? അപ്പോൾ അതിന്റെ സൊല്യൂഷൻ സെറ്റ് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതണേലും എക്സിനെ നടുക്കാക്കി ചെയ്യുവാണെങ്കിൽ എന്ത് വരും? എങ്ങനെ വരും? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതേണ്ടി വരും? ഇതിനെ രണ്ടിനെയും തിരിക്കണം. ഇതിനെ നമുക്ക് -7x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നാക്കാം. ശരിയല്ലേ? ആണോ ദേവനാരായൺ? Yes sir. ഇതിനെ നമുക്ക് എന്താക്കാം? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.5 എന്നാക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സൊല്യൂഷൻ സെറ്റ് എങ്ങനെ എടുക്കാം? സൊല്യൂഷൻ സെറ്റ് എന്ത് വരുന്നേ? സൊല്യൂഷൻ സെറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ടു എക്സ് എന്താണ്? എക്സ് എന്താണ് വരുന്നത്? -7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1.5 വേർ എക്സ് ബിലോങ്സ് ടു എന്താണ്? റിയൽ നമ്പർ. ഇങ്ങനെയല്ലേ വരിക? ഇങ്ങനെയാണോ വരിക? Yes sir. അപ്പം നമ്പർ ലൈൻ എങ്ങനെ വരയ്ക്കുന്നത്? സനയുടെ അത് തെറ്റാണ്. സനയുടെ അത് തെറ്റാണ്. മൂന്ന് പേരും ഒരു ശ്രദ്ധ ഇല്ലാത്ത പോലെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. മൈനസും പ്ലസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ ഉള്ള ആ വ്യത്യാസം കൊണ്ടാണ് അതെല്ലാം തെറ്റിപ്പോയിരിക്കുന്നത്. അപ്പോൾ ആ അശ്രദ്ധയും കൊണ്ടാണ്. മാത്സിന് അശ്രദ്ധ പറ്റത്തില്ല. ഓക്കെ, അപ്പം നമ്പർ ലൈൻ എങ്ങനെ വരയ്ക്കും സന എന്ന് പറഞ്ഞേ? -7ഉം 1.5ഉം റിയൽ നമ്പർ എങ്ങനെ വരയ്ക്കും? ഏതാ? എവിടെ വരയ്ക്കും ഹോളോ? -7 ഹോളോ വരയ്ക്കുമോ അതോ ഡാർക്കൺ ചെയ്യുമോ? അതൊക്കെയാണ് പ്രശ്നം. ഇവിടെ ഈക്വൽ ടു വന്നിരിക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യണ്ടേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താ? ഹോളോ എന്നല്ലേ പറഞ്ഞേ? അത് എവിടം വരെയാ? 1.5ൽ അവിടെ എന്ത് ഇടണം? ഹോളോ ആണോ ഡാർക്ക് ആണോ? ഹോളോ. അത് തെറ്റല്ലേ? സനയുടെ തെറ്റല്ലേ ആ ചെയ്തിരിക്കുന്നേ? ഏതാ?
ക്വസ്റ്റ്യനിൽ 19x എന്ന് എഴുതിയിരിക്കുന്നു. 19x എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പറയാമല്ലോ ഇപ്പം. പക്ഷെ അതെനിക്ക് അയച്ചിട്ടില്ലെന്ന് തോന്നുന്നില്ല ആ ക്വസ്റ്റ്യൻ. ഞാനത് എഴുതില്ല സാർ, പക്ഷെ അതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ 19x എന്ന് എഴുതിയിരിക്കുന്നു. എനിവേ കുഴപ്പമില്ല. നോക്കിയോ, ഇത് സെറ്റാണോ? സെറ്റാണോ? ഓക്കെ. ഇനി നോക്കിയോ, ഇനി അടുത്ത അങ്ങോട്ടുള്ള ഇത് എഴുതിയെടുത്തോ നിങ്ങളെല്ലാവരും? ദേവനാരായൺ, സന, നിരഞ്ജൻ. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് പഠിച്ചോണം. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഹോട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. രണ്ടാമത്തെ എന്തായിരുന്നു? രണ്ടാമത്തെ പോയിന്റ് ഇനി ഞാൻ പറഞ്ഞുതരാം, കാരണം നമുക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങണം. അതുകൊണ്ട് ഞാൻ പറയിപ്പിക്കുന്നില്ല, ഒത്തിരി ഡിലേ എടുക്കുന്നുണ്ട്, സമയം എടുക്കുന്നുണ്ട്, ഡിലേ ആവുന്നുണ്ട്. അപ്പോൾ 3x ഡിവൈഡ് ബൈ 5 പ്ലസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബൈ 2 പ്ലസ് 5 എന്ന് വരും. ഇതിൻ്റെ നമുക്ക് തന്നെ ഈ രണ്ട് പാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3x ബൈ 5 പ്ലസ് 3x പ്ലസ് 5 ഇവിടെ ശ്രദ്ധിക്കണം കേട്ടല്ലോ. ഓക്കെ. 3x പ്ലസ് 2 ലെസ് ദാൻ എക്സ് പ്ലസ് 4 ആണോ അരുണേ? അങ്ങനെയാണ് ഇനി എന്ത് വരും അരുണേ? 3x ബൈ 5 മൈനസ് എക്സ് ലെസ് ദാൻ 4 മൈനസ് 2. എൽസിഎം എടുക്കുമ്പോൾ എപ്പോഴും ആലോചിച്ചോണം, ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിനോമിനേറ്ററിൽ അത് ഇട്ടേക്കണം. മനസ്സിലായോ? അപ്പം 3x മൈനസ് 5x ഡിവൈഡ് ബൈ എത്രയാ? 5 ലെസ് ദാൻ എത്രയാ? 4 മൈനസ് 2 ആണോ? അങ്ങനെയാണെങ്കിൽ മൈനസ് 2x ഡിവൈഡ് ബൈ 5 ലെസ് ദാൻ എത്രയാ? 4 മൈനസ് 2 എത്രയാ? 2. ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ എത്ര കിട്ടും? 2x ലെസ് ദാൻ എന്ത് കിട്ടുന്നു? 2 ഇൻറ്റു 5 എന്ന് കിട്ടുന്നു. ആണോ? അങ്ങനെ പറയല്ലേ, സ്റ്റെപ്പായിട്ട് ചെയ്യണം. 2x ലെസ് ദാൻ 10, അവിടെ നിന്ന് നെഗറ്റീവ് എക്സ് ലെസ് ദാൻ 10 ബൈ 2, അപ്പം നെഗറ്റീവ് എക്സ് ലെസ് ദാൻ 5. ഇനി എന്ത് ചെയ്യണം? എക്സിൻ്റെ കൂടെ നെഗറ്റീവ് കിടക്കുക, അത് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം? എക്സ് ഗ്രേറ്റർ ദാൻ എന്താവും? -5 എന്നാവും. ആണോ? ആണ്. അടുത്തത് എന്താ? എക്സ് പ്ലസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബൈ 2 പ്ലസ് 5. ഇത് ആരാണോ പറയണ്ടേ? കേട്ടോ, പറഞ്ഞോ. മൈനസ് എക്സ് ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 മൈനസ് 4. ഓക്കെ. ഇനി എൽസിഎം എടുക്കണം. 2x മൈനസ് എക്സ് ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി അടുത്തത്, ഇനി ഏതാ? എക്സ് ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 2, അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇത് എന്താണ്? ഇത് എന്തെഴുതാനാണ്? റിയൽ നമ്പർ ആണോ? ഇത് റിയൽ നമ്പർ ആണോ? റിയൽ നമ്പർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ സെറ്റ് എങ്ങനെ? ആദ്യം എക്സ് നടുക്ക് വരുന്ന രീതി എഴുതണം, ശരിയല്ലേ? എക്സ് നടുക്ക് വരുന്ന രീതി എഴുതണം എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണം? -5 ലെസ് ദാൻ എക്സ് എന്നാക്കാം, ശരിയല്ലേ? -5 ലെസ് ദാൻ എക്സ് എന്നാക്കാം. ഇത് ഓൾറെഡി അങ്ങനെ കിടപ്പുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ സെറ്റ് എങ്ങനെ ആക്കാം? സൊല്യൂഷൻ സെറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് ഈസ് ടു എന്താ? -5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, വേർ എക്സ് ബിലോങ്സ് ടു എത്രയാ? 6. നമ്പർ ലൈൻ എങ്ങനെ വരയ്ക്കും? ആരോട് തന്നെ പറഞ്ഞു? 0 1 2 3 4 5 6 7 8. ഇങ്ങോട്ട് എത്രയാ? -1 -2 -3 -4. പറ. -5 വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ വരച്ചിട്ടുണ്ട്. -5 ഹോളോ സർക്കിൾ ആണ്. ഹോളോ സർക്കിൾ 2 ഡാർക്ക് സർക്കിൾ. എന്നിട്ട് എന്ത് ചെയ്യണം? അത്രയും സൈഡ് ഡാർക്കൻ ചെയ്യണം. എഴുതണം. നീ എഴുതിയിട്ടില്ല? എഴുതാം. ക്ലിയർ ആണോ? നിരഞ്ജൻ മനസ്സിലായോ? നിരഞ്ജൻ
എക്സോ സന ഓക്കെ ആണോ? സനയുടെ ഇതും തെറ്റല്ലേ? എല്ലാവരുടെയും തെറ്റാണ്, ഒരാളുടെ മാത്രമല്ല, 3 പേരുടെയും തെറ്റാണ്, 4 പേരുടെയും തെറ്റാണ് അല്ലേ? ഓക്കെ, ദേവനാരായണന്റെ തെറ്റ് മനസ്സിലായോ എവിടാന്ന്? സർ ഞാൻ -5ന്റെ സൈൻ തെറ്റിച്ചേക്ക്. അതാ നമ്മള് ഇത് എന്തിനെ പറ്റിയാ? നമ്പർ ലൈനിനെ പറ്റിയാണ്. നമ്പർ ലൈനിന്റെ -y മാറി +y ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്ത് വരേണ്ട ഗ്രാഫ് അപ്പുറത്ത് വന്നു എന്നല്ലേ അർത്ഥം. അപ്പൊ അത് തന്നെ ഏറ്റവും വലിയ തെറ്റല്ലേ? ആണോ കുഞ്ഞേ? അതാണ്. അപ്പൊ അതാണ് ഏറ്റവും ശ്രദ്ധ. -y ആണെടുത്ത് നമ്മൾ നോർമലി ഒരു ആൻസർ എഴുതുമ്പോൾ മൈനസ് ഒന്നും ഇട്ടില്ലെങ്കിലും അതൊക്കെ എന്ത് ചെയ്യും, മൈനസ് ഒക്കെ. പക്ഷെ നമ്പർ ലൈൻ വരയ്ക്കുന്ന സമയത്ത് -y വരുന്നിടത്ത് +y വന്നു കഴിഞ്ഞാൽ ആൻസർ തെറ്റാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. (11x - 4 < 15x + 4 < 13x + 14. x belongs to w ഹോൾ നമ്പർ ആണ്. അപ്പം ഇതും അതേപോലെ തന്നെ 11x - 4 എഴുതിക്കും. 11x - 4 < 15x + 4. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 11x - 15x < 4 + 4. അപ്പോൾ നമുക്ക് എത്ര വരും? -4x < 8 എന്ന് വരും. അവിടെ നിന്ന് -x < 8/4 എന്ന് വരും. അവിടെ നിന്ന് -x < 2 എന്ന് വരും. അവിടെ നിന്ന് x > -2 എന്ന് വരും. നമുക്ക് എക്സിനെ രണ്ടാമതാക്കി തന്നെ എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? -2 < x എന്നാക്കാം. ഓക്കെ, അടുത്തത് 15x + 4 < 13x + 14. ഇവിടെ വരുമ്പം 15x - 13x < 14 - 4. 2x < 10. x < 10/2. x < 5. ഹോൾ നമ്പറാ. അപ്പം സൊല്യൂഷൻ സെറ്റ് എങ്ങനെ എഴുതാം? മറ്റേ റിയൽ നമ്പർ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല. ഇങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഇങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, റിയൽ നമ്പർ അല്ലല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം സൊല്യൂഷൻ സെറ്റ് ഹോൾ നമ്പറാ. -2നും 5നും ഇടയ്ക്കുള്ള ഹോൾ നമ്പർ ഏതൊക്കെയാ? < 5 ആണ്. അപ്പോൾ 5 ഉൾപ്പെടും. 5 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്, 0 ഉണ്ട്. പിന്നെ എവിടം വരെ ഉണ്ട്? -1, -2 വരെ ഉണ്ട്. പക്ഷെ അത് ഹോൾ നമ്പർ ആണോ? അല്ല. അതുകൊണ്ട് തന്നെ അത് എഴുതണ്ട. സൊല്യൂഷൻ സെറ്റ് വേണ്ടിയതാണ്. നമ്പർ ലൈൻ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരയ്ക്കണം? അതും നമ്മുടെ ദേവനാരായണൻ അത് എഴുതിയിരിക്കുന്നത് ശരിയാ, പക്ഷെ നമ്പർ ലൈൻ വരച്ചിരിക്കുന്നത് തെറ്റാ. 0 1 2 3 4 5 6 7 -1 -2 -3. ദേവനാരായണൻ ആണെങ്കിൽ 0 വരെ വരച്ചിട്ട് ആ ഒരു ലൈൻ തേണ്ടി ഇവിടെ ഇങ്ങനെ ആരോ വെച്ചിട്ട് അവിടെ ഡാർക്കൻ ചെയ്തിരിക്കുകയാണ്. അത് ഹോൾ നമ്പർ അല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. മനസ്സിലായോ ദേവനാരായൺ? ദേവനാരായൺ അവിടെ എന്താ ചെയ്തതെന്നറിയോ? ദേവനാരായൺ അവിടെ ചെയ്തത് ഞാൻ പറയാം. കറക്റ്റ് ആൻസർ ഒക്കെ ഇത് കൃത്യമായിട്ട് കിട്ടിയിട്ട് ഈ 0 അവിടെ കൊണ്ട് അങ്ങോട്ട് ഡാർക്കൻ ചെയ്ത്. കാരണം ഇത് റിയൽ നമ്പർ ആണോ? റിയൽ നമ്പേഴ്സിനകത്താണോ ഇത് ബിലോങ് ചെയ്യുന്നത്? ആണോ ദേവനാരായൺ? സാർ ഞാൻ ക്വസ്റ്റ്യനകത്ത് ഹോൾ നമ്പർ എഴുതിയത്. ഹോൾ നമ്പർ അല്ലേ ആൻസർ? ഹോൾ നമ്പർ അല്ലേ ചെയ്യേണ്ടത്? പക്ഷേ നമ്പർ സിസ്റ്റത്തിനകത്ത് എന്തോ വരച്ചു വെച്ചിരിക്കുന്നത് നമ്പർ ലൈനകത്ത്? പറഞ്ഞോ. അതെല്ലാം ഈ 1നും 2നും ഇടയ്ക്കുള്ള പോയിന്റുകളെല്ലാം ഹോൾ നമ്പർ ആണോ? ദേവനാരായണനോടാ. സൊല്യൂഷൻ സെറ്റ് 0 1 2 3 4 എഴുതിയിട്ട് ഇങ്ങനെ
5 തൊട്ട് ഇങ്ങോട്ടേക്ക് ഡാർക്കൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ അത് ശരിയാണോ ദേവനാരായൺ? ദേവനാരായൺ തെറ്റ് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ആയില്ല എന്ന് പറയണം. കാരണം കുഞ്ഞ് വരച്ചിരിക്കുന്നത് ഇങ്ങനെയാ, അതായത് ഇവിടെ ഇവിടം വരെ വരച്ചിട്ടുള്ളൂ, അതായത് 0 വരെ വരച്ചു, 0 വരെ വരച്ചിട്ട് ബാക്കി ഇങ്ങോട്ടേക്ക് എന്തോ വരച്ചിരിക്കുന്നത്, ഇങ്ങോട്ടേക്ക് ഒരു ആരോ ഇട്ടിരിക്കുകയാണ്, ഇങ്ങോട്ടേക്ക് ഒരു ആരോ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ 5ന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡാർക്കൻ ചെയ്തിട്ട് ഇങ്ങനെ ആരോയും ഡാർക്കൻ ചെയ്തിരിക്കുക. അതിനർത്ഥം ഈ എന്താണ് നെഗറ്റീവ് വാല്യൂസ് അതിനകത്ത് ഉൾപ്പെടുന്നുണ്ടെന്നും 0യ്ക്കും 1നും ഒക്കെ ഇടയ്ക്കുള്ള പോയിന്റുകൾ അവിടെ ഉൾപ്പെടുന്നുണ്ടെന്നുമാണ് അല്ലേ? പക്ഷെ അത് ഉൾപ്പെടുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ഹോൾ നമ്പർ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഹോൾ നമ്പർ ആയതുകൊണ്ട് അത് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ്? അപ്പം ഇത് ഡാർക്കൻ ചെയ്യുക. അടുത്ത ഹോൾ നമ്പർ തന്നെ 4 ആണ്, അത് ഡാർക്കൻ ചെയ്യുക. അടുത്ത 3 ആണ്, അടുത്ത 2 ആണ്, അടുത്ത 1 ആണ്, അടുത്ത 0 ആണ്. കഴിഞ്ഞ പരിപാടി. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ ദേവനാരായൺ? സന? അതേപോലെ തന്നെ നിരഞ്ജൻ? നിരഞ്ജ മനസ്സിലാകുന്നില്ല എങ്കിൽ തുറന്ന് പറയണം കേട്ടോ, അല്ലാതെ അവിടെ മിണ്ടായിരുന്നു കഴിഞ്ഞാൽ മാത്സ് പഠിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഇതല്ലായിരുന്നു, ഇതായിരുന്നു. ഓക്കെ, നോക്കിക്കോളൂ. -2 + 10x ≤ 13x + 10 ആണോ അത്? ഓക്കെ, <24 + 10x where x belongs to z. ഇത് ഇൻഡിജറാണ്. വീണ്ടും നമ്മൾ എടുക്കുന്നു -2 + 10x <= 13x + 10. അവിടെ നിന്ന് നമുക്ക് എന്താണ് എടുക്കാം? ഇൻഡിജർ അല്ലേ, അപ്പോൾ എക്സ് ഇപ്പുറത്ത് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ 10x - 13x <= 10 + 2 എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് -3x <= 12 എന്ന് വരുന്നു. അവിടെ നിന്ന് -x <= 12/3 എന്ന് വരുന്നു. അവിടെ നിന്ന് x ≥ 12/3 4 ആണ്. ഇങ്ങനെയാണ്. കാരണം സൈൻ മാറ്റി, അതായത് എക്സിൻ്റെ കൂടെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ നെഗറ്റീവ് ഇപ്പുറത്ത് വരണമല്ലോ. അപ്പോൾ x ≥ -4. അതേപോലെ തന്നെ 13x + 10 <24 + 10x. അവിടെ നിന്ന് ഇവിടെ 13x - 10x <24 - 10, 3x <4, x <4/3. x <4/3 എന്ന് പറയുമ്പോഴത്തേക്കും 4/3 അല്ലേ, 1.75 എന്ന് വരും. 4/3 1 3 1 പോയിന്റ് ഡിവൈഡ് ചെയ്ത് കാണിക്കുക കേട്ടോ, എങ്ങനെയാണെന്ന് അത് ഉദ്ദേശിക്കുന്നത്. അപ്പം 0 1.3 വരും. ഒരു സെക്കൻഡ്, 14 ആണല്ലോ ഇവിടെ അല്ലേ, 14/3 ആണേ. 24 - 20 അല്ലേ, 10. ഓക്കെ, അപ്പോൾ 14 ÷ 3 12 12 2.0 6 4.6 18 വരും. അപ്പം 4.6 കൊടുത്താൽ മതി. 4.6. ഇത് ഹോൾ നമ്പർ ആണ്. ഹോൾ നമ്പർ ഇൻഡിജേഴ്സ് ആണ്. ഇൻഡിജേഴ്സ് ആകുന്ന സമയത്ത് ഇതിൻ്റെ സൊല്യൂഷൻ സെറ്റ് എന്താണ്? സൊല്യൂഷൻ സെറ്റ് ഏതൊക്കെയാണ്? അതായത് ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ -4 ആണ്. അപ്പോൾ -4ഉം ഈ -4 ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ -4 എന്തായാലും അവിടെ ഉണ്ടാവും, -3 ഉണ്ടാവും, -2 ഉണ്ടാവും, -1 ഉണ്ടാവും, 0 ഉണ്ടാവും. എവിടം വരെയാ? 4.6ന്റെ താഴെയുള്ള തൊട്ട് താഴെയുള്ള ഇൻഡിജർ വരെ. അപ്പം 1 ഉണ്ടാവും അതിനകത്ത്, 2 ഉണ്ടാവും അതിനകത്ത്, 3 ഉണ്ടാവും, 4 ഉണ്ടാവും. 4.6 എന്ന് പറയുമ്പം 4.6 ഒരു ഇൻഡിജർ അല്ല, ഒരു റിയൽ നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള റിയൽ നമ്പർ അല്ല, ഇൻഡിജർ എന്ന് പറയുമ്പോൾ 4 ആണ്. അപ്പം നമ്മുടെ നമ്പർ ലൈനിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 0 1 2 3 4 5. ഇവിടെ എന്താ? -1 -2 -3 -4 -5. അപ്പം നമുക്ക് എന്തൊക്കെ മാർക്ക് ചെയ്യാം? ഇതുണ്ട് -4 ഇൻഡിജേഴ്സാണ്, അപ്പോൾ അത് മാത്രം മാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്കത്തെ മാർക്ക് മറ്റേ ഡാർക്കൻ ചെയ്ത് കഴിഞ്ഞാൽ അത് റിയൽ നമ്പേഴ്സിൻ്റെ എക്സാമ്പിളായിട്ട് മാറും. ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം.
ഓക്കെ ആണോ? ക്ലിയർ ആണോ നിങ്ങളെ? അടുത്തേതായിരുന്നു? നെഗറ്റീവ് 8 1/2 ലെസ് ദാൻ നെഗറ്റീവ് 1/2 മൈനസ് 4x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 1/2. ഇത് ശരിയായിരുന്നു. ഇതറിയാവോ? മനസ്സിലായോ? നന്നായിട്ടൊന്ന് പറഞ്ഞേക്കും. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ മാറ്റിയിട്ട് നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. എത്രയാ? അതല്ല, അത് വേണ്ട. അത് അങ്ങനെ എഴുതണം. ഓക്കെ, -8 1/2 ലെസ് ദാൻ -1/2 മൈനസ് 4x. എടാ, ഇത് മിക്സഡ് ഫ്രാക്ഷൻ മാറ്റ്. -17/2 ലെസ് ദാൻ -1/2 മൈനസ് 4x. അടുത്ത സ്റ്റെപ്പിൽ മൈനസ് 4x ഇങ്ങോട്ട് കൊണ്ടുവന്നു. 4x ലെസ് ദാൻ -1/2 പ്ലസ് 17/2. 4x ലെസ് ദാൻ 16/2. 4x ലെസ് ദാൻ 8. ഇനിയും x ലെസ് ദാൻ 8/2. x ലെസ് ദാൻ 8/4. അപ്പം 2. ആണോ? സന ഓക്കെ ആണോ? സന ഓക്കെ. അടുത്ത സെഷൻ പറഞ്ഞോളൂ. -1/2 മൈനസ് 4x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 1/2. -1/2 മൈനസ് 4x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15/2. അടുത്തത് -4x ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് 1/2 മൈനസ് 4x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16/2. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. -4x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. -x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8/4. x ഗ്രേറ്റർ ദാൻ ഓർ -x ലെസ് ദാൻ ഓർ ഈക്വൽ ടു അതും കൂടെ ചെയ്തു. -x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2. ഇതേതാണ്? റിയൽ നമ്പർ ആണോ? എന്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്? i എന്നാണ് തോന്നുന്നു അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഞാൻ i ആണോ തന്നത്? x belongs to i ആണോ തന്നെ? x belongs to i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിജർ തന്നെയാണ്. z ഇൻഡിജർ ആണ്, i ഇൻഡിജർ ആണ്. കേട്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ സെറ്റ് എങ്ങനെ എഴുതാം? സൊല്യൂഷൻ സെറ്റ് എങ്ങനെ എഴുതാം? സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ എഴുതാം? അതായത് എക്സ് ലെസ് ദാൻ 2 ആണ്. എക്സ് ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? എക്സ് ലെസ് ദാൻ 2 2 കൂട്ടണ്ട. അപ്പൊ എത്ര? 1 ലെസ് ദാൻ ഈക്വൽ ടു അല്ല ഉണ്ട് ഇവിടെ. 1 0 -1 -2 കൂടി ഉൾപ്പെടുത്തണം. ശരിയല്ലേ? അങ്ങനെയാണ് നമ്പർ ലൈൻ എങ്ങനെ വരയ്ക്കും? നമ്പർ ലൈൻ ഇൻറ്റീജർ ആണ്. 0 1 2 3 4 5. ഇവിടെ -1 -2 -3 -4 ആണോ? അതായത് -2 ഡാർക്കൺ ചെയ്യാം, -1 ഡാർക്കൺ ചെയ്യാം, 0 ഡാർക്കൺ ചെയ്യാം, 1 ഡാർക്കൺ ചെയ്യാം. 2 ഏതാ? 2 ഹോളോ എന്തിനാ? വേണ്ട. അല്ല 2 വേണ്ടല്ലോ. ലെസ് ദാനോ ലെസ് ദാൻ അല്ലേ? 2-നേക്കാളും കുറവായിട്ടുള്ള ഇൻഡിജേഴ്സ്. 2-നേക്കാളും കുറവായിട്ടുള്ള ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇൻഡിജർ ഏതാ? പിന്നെ 2-നെ 1 അപ്പം അത് കൂട്ടിയാൽ മതി. മനസ്സിലായോ? എഴുതിയായിരുന്നോ? എഴുതിയ കുഞ്ഞുങ്ങളെ? -3x -7 അല്ലേ? അടുത്തതല്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 -7 x ഗ്രേറ്റർ ദാൻ x പ്ലസ് 1/3. ദേവനാരായണൻ എഴുതിയായിരുന്നു അത് നേരത്തെ ക്വസ്റ്റ്യൻ? Yes, sir. ഓക്കെ. അപ്പോൾ -3x പ്ലസ് 21 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 -7x ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ -3x പ്ലസ് 7x
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 മൈനസ് 21. ഇത് സന എഴുതിയിരിക്കുന്നത് സനയാണോ അതോ ദേവനാരായണനാണോ എന്ന് അറിയത്തില്ല. ഇത് മൈനസ് ചെയ്തപ്പോൾ 7 എന്ന് എഴുതിയിട്ടുണ്ട്. ആരായിരുന്നു അത് എഴുതിയത്? ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറഞ്ഞേ. 15 മൈനസ് 21 ചെയ്തപ്പോൾ 7 ആർക്കാണ്ട് കിട്ടിയിട്ടുണ്ട്? ആരുടെയോ ഞാൻ ഓർക്കുന്നില്ല. ആരുടെയോ? ഓക്കെ, എനിവേ 7 മൈനസ് 3x എന്ന് പറയുമ്പോൾ ആർക്കായിരുന്നു പറഞ്ഞോ? ദേവനാരായണനാണോ? ഓക്കെ ഓക്കെ. വേണ്ട, അപ്പം ചെറിയ ചെറിയ ആ ഒരു എന്താ പറയുക അശ്രദ്ധയും കൊണ്ടാണ് പോകുന്നത്. നമുക്കറിയാം 15 നിന്ന് 21 15 പോയി 6 എന്നുള്ള കാര്യം പച്ചവെള്ളം പോലെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്കതെല്ലാം വിട്ടുപോകുന്നു. അശ്രദ്ധയും കൊണ്ട് വിട്ടുപോകുന്നു. അതാണ് മാർക്ക് പോകുന്നത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് എഴുതാം? -6 എന്ന് എഴുതാം. അവിടുന്ന് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -6/4 എന്ന് എഴുതാം. കട്ട് ചെയ്യുമ്പോൾ -3/2 എന്ന് എഴുതാം. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1.5 എന്ന് വരും. ആണോ? എന്താ പറ്റിയായിരുന്നു? അതെന്താ എഴുതാത്തെ? 100 കൊണ്ട് എഴുതാം. ആണോ? 15 മൈനസ് 7x ഗ്രേറ്റർ ദാൻ x പ്ലസ് 1/3. ഇതിവിടെ നിങ്ങളുടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടുന്നേ? 3 × 15 മൈനസ് 7x ഗ്രേറ്റർ ദാൻ x പ്ലസ് 1. അവിടുന്ന് 45 മൈനസ് 21x ഗ്രേറ്റർ ദാൻ x പ്ലസ് 1. അവിടുന്ന് നമുക്ക് x ഒരുമിച്ചാക്കണമെങ്കിൽ എന്താക്കണം? -21x മൈനസ് x ഗ്രേറ്റർ ദാൻ 1 മൈനസ് 45. അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കാം? -22x ഗ്രേറ്റർ ദാൻ മൈനസ് എന്താന്ന് വരും? 44 എന്ന് വരും. രണ്ടിടത്തും മൈനസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? രണ്ടിടത്തും മൈനസ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക? നമ്മൾ സൈൻ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? -x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -44 ഡിവൈഡ് ബൈ 22 എന്ന് എഴുതാം. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ 2 കിട്ടും. അപ്പോൾ -x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 എന്ന് കിട്ടും. അതിനെ നമുക്ക് എന്താക്കാം? ഇതും കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ x ലെസ് ദാൻ 2 എന്നാക്കാം. രണ്ടിടത്തും മൈനസ് വരുമ്പോഴും ഇനീക്വാലിറ്റി ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത് റിയൽ നമ്പർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിയൽ നമ്പർ ആണെങ്കിൽ അത് ഇതിനെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതണം. -1.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x എന്നാക്കണം. x നടുക്ക് വരണം. ഇവിടെ x റൈറ്റ് സൈഡിലും ഇവിടെ x ലെഫ്റ്റ് സൈഡിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പം സൊല്യൂഷൻ സെറ്റ് എന്താണ്? സൊല്യൂഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് എഴുതാം? x ഈസ് ടു -1.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 2 where x belongs to real number. നമ്പർ ലൈൻ എങ്ങനെ ആയിരിക്കും? 0 1 2 3 4 5 -1 -2 -3 -4 -5. അപ്പം ഇവിടെ നെഗറ്റീവ് റിയൽ നമ്പർ ആണ്. അപ്പം -1.5 തൊട്ട് -1.5 തൊട്ടുമ്പോൾ ഇങ്ങനെയാണ്. അതിനെ ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ 2 വരെ ഉൾപ്പെടുത്തണ്ട. 2ൻ്റെ അതായത് 2നെ ഉൾപ്പെടുത്തേണ്ടെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ റിയൽ നമ്പർ ആയതുകൊണ്ട് 2ൻ്റെ തൊട്ട് താഴെയുള്ള എല്ലാവരും വരും. അപ്പോൾ ഇത് എന്താണ്? 1.9 വരെ വരും. ഇതാണ് ഇതിൻ്റെ. ഈ ഒരു ക്വസ്റ്റിനോടല്ലോ എഴുതിയാൽ നോക്കാം. ഓക്കെ, ഇത്ര ഞാൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട ഒറ്റ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം. ഇത് നിങ്ങൾ തന്നെ ഇപ്പോൾ ചെയ്ത് കാണിക്കണം. ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ താനൊന്ന് ചെയ്തേ. ഇതാണ് ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 13x - 5. ഇത് കൃത്യമായിട്ട് ചെയ്യുവാണെങ്കിൽ എംബോസിഷൻ എഴുതണ്ട. അല്ലെങ്കിൽ ഞാൻ 3 തവണ വെച്ച് എംബോസിഷൻ എഴുതിപ്പിക്കും. ഇത് കൃത്യമായിട്ട് എഴുതുവാണെങ്കിൽ ഞാൻ ആ എംബോസിഷൻ ഇന്നത്തേക്ക് തൽക്കാലം ഒഴിവാക്കി തരാം. ഇത് കൃത്യമായിട്ട് ചെയ്തിട്ട് എനിക്ക് ആൻസർ കിട്ടണം. ഇപ്പം തന്നെ ചെയ്തോളൂ. ഇത് x belongs to റിയൽ നമ്പർ ആണ്.
ചെറിയ എന്താ തെറ്റുണ്ടെങ്കിൽ ഇത് 9/2 9/2 ഡിവൈഡ് ചെയ്യും. കഴിഞ്ഞോ കുഞ്ഞുങ്ങളെ? ദേവനാരായൺ ദേവനാരായൺ പറഞ്ഞോളൂ. സർ നമ്പർ ലൈൻ വരയ്ക്കുക. ഓക്കെ, സന എന്തായി? നമ്പറിലും ഓക്കെ, നിരഞ്ജൻ എന്തായി? ലാസ്റ്റ് ചെയ്യുക. ഇത് തെറ്റിയാൽ എല്ലാ ക്വസ്റ്റ്യനും 3 വട്ടം ഇത് എഴുതിക്കുവേ. നിന്നെ എഴുതിക്കും തെറ്റിയ. ഓക്കെ, അയച്ചിട്ട് ഇതിന് ആൻസർ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും അയച്ചോ. ശരിയാണോ? അയച്ചായിരുന്നോ? ദേവനാരായണൻ അയച്ചോ? അയച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. സന അയച്ചോ? സന അയച്ചേ. ഇതെല്ലാം ശരിയാണോ? ദേവനാരായണ, ആ നമ്പർ ലൈനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാമോ? എല്ലാം 3 പ്രാവശ്യം വെച്ച് എഴുതേണ്ടി വരും എല്ലാ ക്വസ്റ്റിനെ.
ദേവനാരായൺ ഇവിടെ ഇല്ലേ? സർ നമ്പർ ലൈൻ എങ്ങനെയാ ചെയ്യുന്നത്? നമ്പർ ലൈൻ അങ്ങനെ വരുമ്പോ നമ്പർ ലൈൻ എങ്ങനെയാ ചെയ്യുന്നത്? എങ്ങനെ വരുമ്പോ -4.5 അല്ല എക്സ് ഗ്രേറ്റർ ദാൻ -4.5. എക്സ് ഗ്രേറ്റർ ദാൻ -4.5 എന്ന് പറയുമ്പം നമുക്ക് അതിനെ എന്താ എഴുതാം? ആ 4.5നേക്കാളും ഗ്രേറ്റർ ആണ് നെഗറ്റീവ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ -4.5നും 1നും ഇടയ്ക്കാണ് അത് വരുന്നതെന്ന് അർത്ഥം. അപ്പം ആ എന്താണ് ഇത് വന്നിട്ടുണ്ടോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു വല്ലതും വന്നിട്ടുണ്ടോ? അല്ല, അവിടെ ഈക്വൽ ടു വന്നിട്ടുണ്ടോ? അവിടെ 4.5ഉം എക്സിന്റെ ഇടയ്ക്ക് ഇല്ല സർ. ആ ഈക്വൽ ടു വന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ അവിടെ ഡാർക്കൻ ചെയ്തേ? അവിടെ എന്ത് തന്നെ ചെയ്തത്? അവിടെ എന്ത് തന്നെ ചെയ്താൽ മതി? ഹോളോ മതി. പിന്നെ എന്തിനാ അവിടെ ഡാർക്കൻ ചെയ്തേ? മനസ്സിലായോ മോന്? മനസ്സിലായോ? ദേവനാരായണന് മനസ്സിലായോ? സന അയച്ചില്ലായിരുന്നേ? അയച്ചോ? ഓക്കെ. അയ്യോ കുഞ്ഞേ, സന എന്താ അത്? തെറ്റാണല്ലോ സന. അത് അതായത് 5നേക്കാട്ടിലും ഗ്രേറ്ററും അങ്ങനെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? -4.5 ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് പറഞ്ഞാൽ അതിനെന്താ? എക്സിനെക്കാട്ടിലും ഗ്രേറ്റർ ആണെന്ന് അർത്ഥം. അപ്പം എക്സ് ഗ്രേറ്റർ ദാൻ 1.5 എന്ന് പറയുമ്പോൾ ശരിക്കും 1.5ന്റെയും 4.5ന്റെയും ഇടയ്ക്കാണ് ആ നമ്പർ ലൈൻ വരുന്നത്. ഇത് തെറ്റാ. ഇതല്ല നമ്പർ ലൈൻ. അതേപോലെ ആ സൊല്യൂഷൻ സെറ്റ് എഴുതുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. വേർ എക്സ് ബിലോങ്സ് ടു ആർ എന്നും കൂടെ എഴുതിയിട്ട് കർലി ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്യണം. ഇത് കണ്ടോ, ഇതിങ്ങനെ വരുന്നത്. ഇത് തെറ്റാണ് നിങ്ങൾ ചെയ്തത്. നിരഞ്ജൻ ചെയ്തത്. നിരഞ്ജൻ ആ എടുത്ത് എഴുതാൻ അറിയത്തില്ലേ നിരഞ്ജൻ? ഇത്രയും പഠിപ്പിച്ചിട്ടും. നോക്കിയേ, 13x - 5 ലെസ് ദാൻ 15x + 4. അങ്ങനെയാണെങ്കിൽ 13x - 15x ലെസ് ദാൻ 4 + 5. അവിടെ നിന്ന് 2x ലെസ് ദാൻ 9, x ലെസ് ദാൻ 9/2, x ലെസ് ദാൻ 4.5. അതിനെ വേണം നമുക്ക് ഇങ്ങനെ എഴുതാം, 4.5 ഗ്രേറ്റർ ദാൻ x. അടുത്തത് 15x + 4 ലെസ് ദാൻ 7x + 12. അവിടെ നിന്ന് 15x - 7x ലെസ് ദാൻ 12 - 4. അപ്പം നമുക്ക് എത്ര കിട്ടുന്നത്? ശരിയല്ലേ? എവിടാ? ഓക്കെ, സോറി. ഇവിടെ -2x, ഇവിടെ മൈനസ് വരും, ഇവിടെ മൈനസ് വരും. ഒരു സെക്കൻഡ്, മൈനസ് വരും. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? മൈനസ് എന്ത് വരും? മൈനസ്. ഓക്കെ, അപ്പം x ഗ്രേറ്റർ ദാൻ -4.5 എന്ന് വരും അല്ലേ? അതിനെ ഒന്ന് എന്താക്കണം? -4.5 എന്താക്കണം? ലെസ് ദാൻ എന്തെന്നാക്കാം? x എന്നാക്കാം. അടുത്തത് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ 8x ലെസ് ദാൻ എത്ര വരും? 12 - 4 എത്ര അല്ലേ? 12 - 4 അല്ലേ? അവിടെ 8 ആണ്. സനയുടെ അവിടെയും തെറ്റിപ്പോയി. ഇനി x ലെസ് ദാൻ 8/8 ആണ്. x ലെസ് ദാൻ 1 ആണോ? അപ്പം ഇവിടെ സൊല്യൂഷൻ സെറ്റ് എങ്ങനെ എഴുതുന്നത്? സൊല്യൂഷൻ സെറ്റ് എഴുതുന്നത് സൊല്യൂഷൻ സെറ്റ് ഈസ് ഈക്വൽ ടു x ഈസ് ടു -4.5 ലെസ് ദാൻ x ലെസ് ദാൻ 1 വേർ x ബിലോങ്സ് ടു r. ഇങ്ങനെ എഴുതണം. ഇനി നമ്പർ ലൈൻ വരയ്ക്കുന്നത് നോക്കിയേ. ഈ x എന്ന് പറയുന്നത് അത് ഈ 4.5 ലെസ് ദാൻ x എന്നാണ് പറയുന്നത്, അല്ല -4.5 ലെസ് ദാൻ x എന്നാണ് പറയുന്നത്. ഇല്ലയോ? ശരിയല്ലേ? -4.5 ലെസ് ദാൻ x ലെസ് ദാൻ, ഒരു സെക്കൻഡ്, ഇവിടെ എന്തോ വ്യത്യാസം ഉണ്ടല്ലോ. ഇവിടെ ലെസ് ദാൻ വന്നു.
എക്സ് ലെസ് ദാൻ 4.5 അവിടുന്ന് എക്സ് ഗ്രേറ്റർ ദാൻ നെഗറ്റീവ് 4.5 ആക്കാം. ഓക്കെ, ഇനി ഇതെന്താക്കാം, നെഗറ്റീവ് 4.5 ലെസ് ദാൻ എക്സ് എന്നാക്കാം അല്ലേ? ഓക്കെ, കറക്റ്റ്. ഇനി നോക്കിയോ, അങ്ങനെയാണെങ്കിൽ 0, 1, 2, 3, 4, 5, ഇവിടെ -1, -2, -3, -4, -5 ഇങ്ങനെ അല്ലേ? അപ്പം എന്താണ് സന ഇവിടെ ശ്രദ്ധിച്ചോ, അതായത് നെഗറ്റീവ് 4.5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. അപ്പോൾ 1നും 4.5നും ഇടയ്ക്കായിരിക്കും ഈ നമ്പർ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ 1 എന്ന് പറയുന്നത് തന്നെ ഇവിടെ, നെഗറ്റീവ് 4.5 എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ഇവിടെ അത് ഇൻക്ലൂഡ് ചെയ്യണ്ടല്ലോ, ഡാർക്കൻ ചെയ്യണ്ട, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല. അപ്പം ഒരു ഹോളോ ഇടുക, 4.5ൻ്റെ അവിടെ ഒരു ഹോളോ ഇടുക, എന്നിട്ട് ഇതിനിടയ്ക്ക് ഡാർക്കൻ ചെയ്യുക. ഇങ്ങനെയാ വരേണ്ടത്, ഇതിനിടയ്ക്ക് ആ നമ്പർ അല്ലേ? മനസ്സിലായോ? ആണോ? സന വരച്ചിരിക്കുന്നതിന്റെ ആ വ്യത്യാസം മനസ്സിലായോ? ഓക്കെ, നിരഞ്ജന മനസ്സിലായോ? അത് നിരഞ്ജന എഴുത്ത് എഴുതിയിരിക്കുന്ന രീതിയൊക്കെ തെറ്റാണ്, അങ്ങനെയല്ല എഴുതേണ്ടത്. സൊല്യൂഷൻ സെറ്റ് എഴുതുമ്പോൾ തന്നെ ഇങ്ങനെ വേണം എഴുതാൻ. അതുപോലെ 3.5 വരെ വരച്ചിട്ടുള്ളൂ, 1 തൊട്ട് 3.5 അല്ലേ, 4.5 വരെ അല്ലേ വരണ്ടേ? അതും റിയൽ നമ്പറാണ്. അപ്പോൾ അതും തെറ്റാണ് വരച്ചിരിക്കുന്നത്. അതും ഡാർക്കൺ ചെയ്തിരിക്കുകയാണ്, അതും തെറ്റാണ്. ഹോളോയ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നിങ്ങനെ നിൽക്കട്ടെ കേട്ടോ. അടുത്ത ദിവസം പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം.